സലവാത്ത് ചെല്ല. ഉറങ്ങിയിട്ട് ചെല്ലിയാൽ എങ്ങനെയാലും കൂലി കിട്ടുന്നതാ സലവാത്ത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നല്ല മുഹബ്ബത്ത് വെക്കണം എങ്ങനെ സലവാത്ത് ചെല്ലിയിട്ട്. അതുകൊണ്ട് നല്ല പ്രവർത്തിച്ച കുട്ടികളെ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമാണ്. ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇവിടെ, ഒരുപാട് ചെറുപ്പക്കാര് ഉണ്ട്. അതിപ്പോ നിങ്ങൾ വെറുതെ ഓതി അൽഹംദുലില്ലാഹ്. നിങ്ങൾ TV കാണാൻ പാടില്ല. എക്സിറു സിന, സിന വർദ്ധിക്കും പറയുന്നത്. സിന വർദ്ധിക്കും. എന്തത്? അയിന സിന, കണ്ടുകൊണ്ടോ സിന. ഒരു പെണ്ണിനെ നോക്കിയാൽ TV നോക്കിയാലും സിന. അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് പറയുന്ന SSFന്റെ കുട്ടികളെ ആരായാലും ഇവിടെ വന്ന കുട്ടികളെല്ലാം പറയുന്ന നിങ്ങളെല്ലാം SSF എന്ന് പറഞ്ഞാൽ സംഘടന പേര് മാത്രം ഇട്ടുന്നല്ല, അഹ്ല സുന്നത്ത് വൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹക്കായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വഴി. അതുകൊണ്ട് ഒരു പേരിട്ടത് SSF. കാരണം മിക്സ് ആയി പോകണ്ടായി. ഹക്ക് ഹക്ക് ഇതിൽ ഹക്കേ ഉള്ളൂ, ഒരു തെറ്റുമില്ല. ഒരു ഇത് ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഹക്ക്. അതുകൊണ്ട് നിങ്ങൾ TV കാണാൻ പാടില്ല. ഒരു പെണ്ണിനെ നോക്കി അത് സിന, അതിനെ സിന കണ്ണു പറയുന്ന ആളും ഞാൻ സിന ചെയ്തിട്ടുണ്ട് മാഷറി പറയും. അപ്പൊ അത് സിനയായി. സുബ്ഹാന. അതാ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ സിന വർദ്ധിക്കും. സിന എന്ന് പറഞ്ഞാൽ വേശ്യാവൃത്തി വർദ്ധിക്കും. അതും കണ്ണുകൊണ്ട് ചെയ്യുന്ന വേശ്യ. അതുകൊണ്ട് സ്ത്രീകളുണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട്. കാരണം സീരിയൽ കാണുന്നത് പ്രത്യേക സ്ത്രീകളാ പോലും. കാരണം മാരേജ് നിസ്കരിച്ച അവിടെ ഓടാ അങ്ങനെ കേൾക്കുന്നു. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇത് നിങ്ങൾക്ക് ചെറിയ തെറ്റേക്കും ഇത് ചെറിയ തെറ്റേക്ക് നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഇത് വലിയ തെറ്റാണ്. സുബ്ഹാനല്ലാഹ്. ഇത് വലിയ തെറ്റാ. ഒരു പെണ്ണിനെ ഒരു ആണിനെ നോക്കുന്നത് തെറ്റാ. TV ഇങ്ങനെ നോക്കുക എന്നിട്ട് ഉറങ്ങാ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ഞാൻ എങ്ങനെയാട്ടോ ഉറങ്ങല്? എൻ്റെ മൊബൈലിൻ്റെ കവറിൽ നല്ല വീഡിയോ. സുബ്ഹാനല്ലാഹ്. നോക്കിയിട്ട് ഇങ്ങനെ ഉറങ്ങും. സുബ്ഹാനല്ലാഹ്. എനിക്ക് പേടിയാ. കാരണം എങ്ങനെയാണ് നമ്മളെങ്ങനെ അവസ്ഥ, എങ്ങനെ ചെറുപ്പക്കാരിങ്ങനെ എത്ര ചെറുപ്പക്കാർ രാവിലെ വിരിച്ചെന്ന് കേൾവി. നാളത്തെ ഒരു വിശ്വാസമില്ല. നാളെ ഇപ്പൊ പറയുന്നത് വാക്ക് പൂർണ്ണമാക്കാനൊന്നും അത് അങ്ങനത്തെ ഒരു വിശ്വാസം വരെ ഇല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. ഏത് കാലഘട്ടത്തിലായാലും ശരി. അതുകൊണ്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ TV എല്ലാം ഒഴിവാക്കി നിങ്ങളുടെ നല്ല വെറുതോതി ഇന്ന് ഈ മജ്‌ലിസോടെ ഇൻഷാ അല്ലാഹ് നമ്മൾ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. അവിടെ സ്ത്രീകൾ നല്ല ഔറത്ത് മറക്കണം. ഔറത്ത് മറച്ചിട്ട് പുറത്തു പോകുമ്പോൾ കല്യാണത്തിന് നമുക്ക് ഔറത്തൊന്നും അവരില്ല. എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഓടും ബസ്സിൽ. കാരണം തലശ്ശേരി പ്രത്യേകമായിട്ട് തലശ്ശേരി കുറച്ച് ഫോർവേഡാ, ഭയങ്കര ഫോർവേഡാ. അതുകൊണ്ട് നിങ്ങൾ നല്ല ഔറത്ത് മറച്ച് ഫാത്തിമ റളിയല്ലാഹുവിന്റെ കൂടെ നിങ്ങൾക്കെല്ലാം പോകണ്ടേ? ഇൻഷാ അല്ലാഹ് നല്ല മുഹബ്ബത്ത് വെച്ച് നല്ല റസൂല് ഇപ്പോൾ നിങ്ങൾ ബുർദ ഓതിയില്ലേ? ബുർദ ഓതിയിട്ട് എന്താ പറയുക? ഇന്നൽ മുഹിബ്ബ അനിൽ ഉസ്സാൽ ഫീ സമമി. ആര് നമുക്ക് എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. ആണുങ്ങൾ നെരിയാണിന്റെ മുകളിൽ പാൻറ് ഇടുന്നോ? അതൊന്നും ആര് ഇതെന്താ പാൻറ് ഇങ്ങനെ ആയിപ്പോയി ആൾക്കാർ ചോദിക്കൂ. അവൻ നിങ്ങൾ കേൾക്കണ്ട. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹബ്ബത്ത് വെക്കുന്ന ആളാ. അതുകൊണ്ട് തൊപ്പിയിടണം ഇൻഷാ അല്ലാഹ്. എന്നെ ഏത് മജ്‌ലിസിൽ പോകുമോ തൊപ്പിയിടണം ഇൻഷാ അല്ലാഹ്. അത് സുന്നത്താ, അത് മുഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഔറത്ത് മറക്കുന്നതും എല്ലാം ചെയ്യണം. അല്ല റസൂലുള്ളാഹിയുടെ മുഖം മൂടിയിടുന്നതും ഒരു മുഖം മൂടിയിടുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു പൊതുവായൊരു കാരണം കല്യാണം കഴിഞ്ഞാലേ ബുർക്ക ഇടാൻ പറ്റൂ എന്നുള്ള ചിന്തയുണ്ട്. ഇല്ല, പ്രായപൂർത്തിയായിക്കഴിഞ്ഞ പെൺകുട്ടികൾ ബുർക്ക ഇടണം, പർദ്ദ ഇടണം. അത് നിർബന്ധ. കാരണം നോട്ടമാണ് എല്ലാത്തിനും കാരണം. കാരണം ഇപ്പൊ അന്യമതക്കാരെ ഓടിച്ചോടി പോകുന്ന എത്രയോ സംഭവങ്ങൾ. നമ്മളെ കുട്ടി നമ്മൾ സൂക്ഷിക്കുക ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് കുറെ സമയമായി നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം എടുക്കുക. TV നമുക്ക് ഇൻഷാ അല്ലാഹ് ഒഴിവാക്കണം. അത് ഒഴിവാക്കി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം കണ്ണുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരം കൊണ്ട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണാൻ കഴിയില്ല. ഉറപ്പാ. റസൂലുള്ളാഹി തങ്ങളെ കാണണ്ടേ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് TV ഒഴിവാക്കി കളയണം ഇൻഷാ അല്ലാഹ്. കാരണം ഇതൊരു ജയിൽ പോലേക്ക് മുഅ്മിനീങ്ങൾക്ക്. പക്ഷെ നാളെ അൽഹംദുലില്ലാഹ് സ്വർഗം എന്ന് പറയുമ്പോൾ എങ്ങനെ ഇവിടെ ചെറുങ്ങ 5 നേരം നിസ്കരിച്ചിട്ട് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് പരിപാടിയാ? അതിന് കുറച്ച് കഠിന അധ്വാനം ചെയ്യണം. അതിന് അധ്വാനം ചെയ്ത് കുറെ വർദ്ധിക്കണം ഇൻഷാ അല്ലാഹ്.
ഇൻഷാ അല്ലാഹ് നല്ല നിയത്ത് ചെയ്താ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്റെ ദുആ ഒന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത്. എന്റെ ജീവിതത്തിൽ എനിക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. കാരണം നിങ്ങൾ ഞാൻ ഒരു വഹാബി എനിക്ക് നോട്ടീസ് തന്നു. എന്തോ ഒരു സക്കരിയ ഏതോ ഒരുത്തൻ വരുന്ന. ഞാൻ രണ്ടാമത്തെ ദിവസം അവന്റെ ധൈര്യത്തിൽ പോയി യാ ഹബീബ് യാ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ച്. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ പേര് ശൈത്താന് ദേഷ്യം പിടിക്കുമല്ലോ. അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഇവൻ പറയുന്നു റസൂലുള്ളാഹി ഒന്നും കേൾക്കൂല, മണ്ണായി പോയി. സുബ്ഹാനല്ലാഹ് അസ്സലാമു അലൈക അയ്യോ അത് കേൾക്കും. അപ്പൊ യാ ഹബീബ് യാ റസൂലുള്ളാഹി എന്ന് വെച്ചാ കേൾക്കൂല. നിങ്ങളെ വിഷമങ്ങളെല്ലാം റസൂലുള്ളാഹി നിങ്ങൾ നീട്ടി നല്ല ഉറച്ചമാണ്, വിശ്വാസമാണ്, നല്ല വിശ്വാസം. ഒരു കാലം അങ്ങോട്ട് ഒരു കാലം വിളിച്ച മുനാഫിക്കായി മുശ്രിക്കായി പോളി അങ്ങനെ വിചാരിച്ച് വിളിക്കണ്ട. ഒരു വിഷയം കേൾക്കൂല. കാരണം അള്ളാഹ്ക്ക് അറിയങ്ങള് അള്ളാഹല്ലെല്ലാം തരുന്നേ. അതുകൊണ്ട് നിങ്ങൾ നല്ല ഉറച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചാ നിങ്ങളെല്ലാ വിഷമങ്ങളും തീരുന്ന ഉറപ്പാ. അല്ലി നാസക അബ്ദുറഹ്മാൻ ജിഫ്രീനെ പോലെ ജിഫ്രി തങ്ങളായിട്ട് കാല് വെത്തൂല. നിങ്ങൾ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നല്ല ഉറപ്പിച്ച് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എൻ്റെ അടുത്ത് വന്നേര്. ഞാൻ ജിഫ്രി താണക്ക് കണ്ണൂരിലാ വീട് ഇൻഷാ അല്ലാഹ്. അത്രക്ക് വിശ്വാസം, എനിക്ക് വിശ്വാസം. ഒരു പേടിയും വേണ്ട, വിളിച്ച് ചോദിച്ചോ കിട്ടും, ഉറപ്പായിട്ട് കിട്ടും ഇൻഷാ അല്ലാഹ്. അത് നല്ല ഉറച്ച സുന്നിയാണോ? സുന്നി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാലം അങ്ങോട്ടും ഒരു കാലം ഇങ്ങോട്ടും പറ്റൂല, നല്ല ഉറച്ച സുന്നി. അതാണ് അത് ഞാൻ പേരിട്ട് SSF. കാരണം ഒരു ദിക്ർ മജ്ലിസിന്, ഒരു ബുർദ മജ്ലിസിന് നിങ്ങൾക്ക് എവിടെ കാണണമെങ്കിൽ SSFന് കീഴിൽ SSFന് കീഴിൽ അതിലേ പറ്റൂ. വേറെ ഇതിലുണ്ടാ ആത്മീയമായ മജ്ലിസ് എവിടെ കാണാൻ പറ്റുമോ? നമുക്ക് കാണണമെങ്കിൽ തങ്ങൾ സയ്യിദുമാരെ കാണണമെങ്കിൽ ഒരു ആലിം നിങ്ങളെ കാര്യം കാണണമെങ്കിൽ എന്താ SSFന്റെ അടുത്ത് പോകാൻ പറ്റും. വേറെ ഒരു ഇതുമില്ല. കാരണം നമുക്കൊരു ഇത് വന്ന് ഉള്ളിൽ ഒരു അസൂയ, അത്യാഗ്രഹം, ഇതെല്ലാം ഇതിനെന്തെങ്കിലും ചികിത്സ എന്താ? ഡോക്ടർമാർക്ക് ചികിത്സ ഇല്ല, ഇതെല്ലാം സിക്ർ കൊണ്ട്. അതാണ് പറയുന്നത്. അപ്പൊ ഇതിനെല്ലാം ഒരു മജ്ലിസ് SSF. അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങളെ കുട്ടികളെ ഏറ്റവും വലിയ നിങ്ങൾക്ക് തന്ന നിയമത്തിയുടെ SSF രൂപീകരിച്ചു തന്നെ ഏറ്റവും വലിയ നിങ്ങൾ കുട്ടികളെ നിങ്ങൾ അതിലേക്ക് ചേർക്കൊണ്ട് മോനെ അതിൽ ചേർന്ന് പ്രവർത്തിക്കും. അമാനി ഉസ്താദ് പറഞ്ഞ പോലെ ഇത് സുബ്ഹാനല്ലാഹ്. അതുപോലെ എനിക്ക് ഭയങ്കര ആഗ്രഹം അതുപോലെ ആകാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ് ഭയങ്കര കുറേ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളരെ സുബ്ഹാനല്ലാഹ്. അതുപോലെ നമുക്ക് ആകണ്ടേ ഇൻഷാ അല്ലാഹ്.